മഴത്തോരു മുംബൈയിലാണെങ്കിൽ വൈജയുടെ മുൻപിലെത്തി സത്യം തുറന്നു പറഞ്ഞ് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴത്തോരു മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, സാധിക്കുന്നത്, അങ്ങനെ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ അപ്പനെ വിളിച്ചു വരുത്തുകയാണല്ലോ. ഇതേ സമയം അപ്പൻ വന്നെത്തുകയാണ്. അപ്പോൾ പണിക്കാർ പറയുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതാണ് അവധക്കുട്ടിച്ചായൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം സ്റ്റാലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൻ. അങ്ങനെ അപ്പൻ സ്റ്റാലിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ സ്റ്റാലിൻ അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലട മോനെ, യാത്രയൊക്കെ സുഖം തന്നെ ആയിരുന്നു. അല്ല, എന്തിനാണ് നീ ഇത്ര പെട്ടെന്ന് എന്നോട് വരാനായിട്ട് പറഞ്ഞത്? എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അപ്പൻ്റെ അടുത്താണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ എല്ലാം തുറന്നു പറയുകയാണ്. അതായത് തൻ്റെ പ്രണയത്തെക്കുറിച്ച് ഞാൻ അപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ പ്രണയത്തിൽ തനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു, എൻ്റെ ആ കാമുകി ഗർഭിണിയായിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ, ആ കുഞ്ഞ് ഇപ്പോഴും ഈ ഭൂമിയിലുണ്ട് എന്ന് പറയുന്നു. ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ കൂടെയുണ്ട് എന്ന് പറയുന്നു. അല്ല, അന്ന് വന്ന ആ ബാലചന്ദ്രനാണോ എന്നപ്പൻ ചോദിക്കുകയാണ്. അതെ എന്ന് സ്റ്റാലിൻ പറയുന്നു. എനിക്കും തോന്നി എന്തോ ഉദ്ദേശത്തോടെ നിന്നെ കാണാൻ വന്നതാണെന്ന്, ആ കണ്ണിലെ തീഷ്ണത ഞാൻ കണ്ടതാണ് എന്ന് പറയുന്നു. അത് കേട്ട നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ അതെ, തീർച്ചയായിട്ടും അതെ, അയാൾ എൻ്റെ കയ്യിൽ അവളെ ഏൽപ്പിക്കാനായിട്ട് നോക്കുകയാണ്, ശ്രമിക്കുകയാണ്. 23 വർഷമായിട്ട് എൻ്റെ മകൾ, എൻ്റെ ചോര അനാഥയായി ഒരു ഓർഫണേജിൽ കഴിയുകയായിരുന്നു. അയാൾ ഈ അടുത്താണ് അത് തിരിച്ചറിഞ്ഞത്. അങ്ങനെ അയാൾ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അപ്പനോട് പറയുമ്പോൾ, എൻ്റെ മോനെ, നീ ആവശ്യമില്ലാത്ത ചതിക്കുഴിയിലൊന്നും പോയി ചാടേണ്ട. അയാളോട് ഈ അപ്പൻ ചോദിക്കാമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അപ്പനാണെങ്കിൽ സ്റ്റാലിനോട് പറയാണ്, എടാ മോനെ, നീ ആ ബാലചന്ദ്രൻ എന്ന് പറയുന്ന അയാളെ വിളിച്ചേ, ഞാൻ അയാളോട് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിൻ്റെ അപ്പനാണെങ്കിൽ വിളിക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രനെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും ചതിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളുടെ മകനെ പുണ്യാളനാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണോ? മാന്യമായിട്ടല്ലേ ഞാൻ നിങ്ങളോട് പെരുമാറിയത്, സംസാരിച്ചത്, എന്നിട്ടും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ലേ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇനിയും വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ അവളെ ഏറ്റെടുക്കേണ്ടെന്നേ ഞാനത് സ്റ്റാലിനോട് പറഞ്ഞല്ലോ. വേണ്ടയോ ആ ഒരു ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ നിർബന്ധിച്ച് കെട്ടിവെക്കാനായിട്ടോ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തരാനായിട്ടോ ഉദ്ദേശിച്ചിട്ടില്ല, നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട, അത്രയും മാത്രമേ ചോദിച്ചുള്ളൂ. അല്ലാതെ അനാവശ്യ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ, സ്റ്റാലിനാണെങ്കിൽ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം, പെരുമാറണം എന്ന് പറയുമ്പോൾ, മാന്യത ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. ഇതേ സമയം ബാലചന്ദ്രൻ ഫോൺ വെക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, വേണോ വേണ്ടയോ അത്രമാത്രം പറഞ്ഞാൽ മതി, കൂടുതൽ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ അതിൽ ആവശ്യമില്ല. കൂടാതെ തന്നെ അലീനയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും സാധ്യവുമല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ അത്രയും പറഞ്ഞുകൊണ്ട് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എസ് ആയാലും നോ ആയാലും വിളിച്ച് പറയാമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ ഫോൺ വെക്കുകയാണ് പ്രേക്ഷകരെ. അങ്ങനെ ഇരിക്കെ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ അപ്പനോട് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ വൈജയന്തിയെ, തൻ്റെ അമ്മയെ കണ്ട് തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മുടെ അലീന തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ അത് തൻ്റെ അമ്മയെ നല്ല രീതിയിൽ ബാധിക്കുമെന്ന് ആർക്കറിയാം, അലീനയ്ക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അലീന ഇതിനൊരുങ്ങുന്നത്, ഈ കാര്യം പറയുന്നത് എന്ന് കാണാം. അങ്ങനെ കൊല്ലപ്പള്ളി വീട്ടിൽ ചെന്ന് വൈജയന്തിയുടെ മുഖത്ത് നോക്കി വൈജയന്തിയോട് സത്യം അറിയിക്കുന്ന അലീനയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്.
പെട്ടെന്ന് കേൾക്കുമ്പോൾ ഞെട്ടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക.